നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കോൺഗ്രസുകാർ കട്ടുമുടിച്ചപ്പോൾ കരുതിയില്ല ഒരു നാൾ മറുപടി പറയേണ്ടി വരുമെന്ന്. എന്തായാലും നാഷണൽ ഹെറാൾഡ് കേസിൽ വീണ്ടും നോട്ടീസ് എത്തിയതോടെ ആകെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയും. ഇഡി നൽകിയ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ എന്തു നടന്നാലും വാദമുഖങ്ങളുമായി എത്തുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ പിന്നെ ഇതിലും ന്യായീകരണം വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് നേതാക്കളുടെ ആരോപണം. എന്തായാലും നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി റോസവന്യൂ കോടതി UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിക്കും ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയച്ചു. കേസ് വ്യാഴാഴ്ച പരിഗണിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികൾ 1938 രൂപീകരിച്ച നാഷണൽ ഹെറാൾഡ് പത്രവും അതിന്റെ സ്വത്തും നിലവിലെ കോൺഗ്രസ് നേതാക്കൾ ധനസമ്പാദനത്തിനായി ദുരുപയോഗം ചെയ്തതാണ് കേസിന് വഴിവെച്ചത്. സ്വാതന്ത്ര്യാനന്തര നാഷണൽ ഹെറാൾഡ് കോൺഗ്രസ് മുഖപത്രമായി മാറി. 5000-ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായുള്ള അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് ആയിരുന്നു നടത്തിപ്പുകാർ. ഡൽഹി ITOയിലും മുംബൈ ബാന്ദ്രയിലും ലക്നൗ വിശ്വന്തർനാർ റോഡിലും കോടികൾ വിലമതിക്കുന്ന പടുകൂറ്റൻ കെട്ടിടം നാഷണൽ ഹെറാൾഡിനുണ്ടായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടും അഴിമതിയും കാരണം 2008 പത്രം അടച്ചുപൂട്ടി. 90 കോടി രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. 2010 സോണിയയും രാഹുലും ചേർന്ന് യങ് ഇന്ത്യ എന്ന കമ്പനി തുടങ്ങുകയും വെറും 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റ് ജേർണലിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതോടെ 2000 കോടി വിലമതിക്കുന്ന നാഷണൽ ഹെറാൾഡിന്റെ ആസ്തി സോണിയയുടെയും രാഹുലിന്റെയും സ്വന്തമായി മാറി. അസോസിയേറ്റ് ജേർണലിന്റെ ഓഹരി ഉടമകളായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബന്ധുക്കൾ ആരോപണമായി രംഗത്ത് വന്നതോടെയാണ് ഇത് വിവാദമായത്. ED അന്വേഷണം തടയാൻ ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി ഇടപെട്ടു. PML അതോറിറ്റി കൂടി ശരിവെച്ചതോടെ 2023 ED സ്വത്തുക്കൾ താൽക്കാലികമായി പിടിച്ചെടുത്തു. എന്തായാലും കേസിൽ കഴിഞ്ഞ മാസം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. സോണിയയും രാഹുലും ഉടമസ്ഥരായുള്ള 661 കോടിയുടെ യങ് ഇന്ത്യൻ സ്വത്തുവകകൾ ED പിടിച്ചെടുത്തിരുന്നു. പിന്നാലെയാണ് കോടതിയുടെ പണിയും വന്നത്. എന്തായാലും കോടതി വക പണി കോൺഗ്രസിന് മാത്രമല്ല CPMനും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന് കിട്ടിയ പണി അറിഞ്ഞു, ഇനി കമ്മ്യൂണിസ്റ്റ് കിട്ടിയ പണി കൂടി അറിയണ്ടേ അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പിടിച്ചെടുത്ത 1 കോടി രൂപയിലാണ് ഇപ്പോൾ പണി കിട്ടിയത്. 1 കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ തെറ്റില്ലെന്ന കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയും നടപടിയും നിയമപരമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. വസ്തുതകൾ വിലയിരുത്തിയെന്നായിരുന്നു പരിശോധനയെന്നും കോടതി നിരീക്ഷിച്ചു. തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന തുകയാണ് കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത്. മുമ്പ് ഇതേ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച തുക തിരിച്ചടയ്ക്കാനെടുത്തപ്പോഴാണ് പിടിച്ചത്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മൊഴിയെടുത്ത ശേഷമാണ് ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുത്തത്. നടപടിക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.